ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ്. നമ്മൾ പോകുന്നത് കാറിലാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് 100 കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടെ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് പോകേണ്ടത് ഇപ്പോഴല്ല, മഴ സമയത്ത് പോയാലാണ് അവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഇപ്പോൾ പോയാൽ കൊള്ളായിരിക്കും, ബട്ട് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നൊരു വാട്ടർഫാളിലാണ്. പേര് ജോഗ് ഫാൾസ് എന്നാണ് പേര്. ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് വാട്ടർഫോൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതൊക്കെ അവിടെയുള്ള ബിൽഡിങ്സാണ്. അവിടെ പണി നടക്കുകയാണ്. അപ്പോൾ പാർക്കും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അവിടെ കാണാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ അവിടെ കാണാൻ പറ്റുന്ന അറിഞ്ഞൂടാ, കാരണം അവിടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പണി നടക്കുകയാണെന്ന്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ ആ സ്ഥലമെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാട്ടോ കാണാൻ. അതുപോലെ തന്നെ ഇവിടെ വെള്ളം ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ താഴോട്ട് കുറച്ച് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ നല്ല വെള്ളമൊക്കെ പോയിക്കൊണ്ടിരിക്കണം. നല്ല നേരിട്ടാണെങ്കിൽ അടിപൊളി വ്യൂ ആണ്, ഫോണിൽ കാണുമ്പോഴൊന്നും അല്ല. അപ്പോൾ ഞാൻ താഴോട്ടിറങ്ങിയിട്ട് നോക്കിയിട്ട് എനിക്ക് അധികം നല്ല വൃത്തി കാണാൻ പറ്റില്ല. കുറച്ച് മുകളിൽ നിന്നാൽ തന്നെ നല്ല വൃത്തി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ തിരിച്ച് മുകളിൽ തന്നെ വന്നു. അപ്പോൾ ഇവിടുന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്തേട്ടോ ഞാൻ. അപ്പോൾ കുറച്ചും കൂടെ താഴോട്ട് പോയാൽ നല്ല വൃത്തി കാണാൻ പറ്റും. ആ വാട്ടർഫോൾ വരുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തി കാണാൻ പറ്റും. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മഴ സമയത്ത് നിങ്ങൾ വന്നാൽ ഇവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല രസമാണ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളമേ ഉള്ളൂ, ബട്ട് നല്ല രസമാണ്. ഇവിടെ നിൽക്കാനൊക്കെ അടിപൊളി കേട്ടോ. അപ്പോൾ ഇത് കർണാടകയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കർണാടകയിലൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. മഴ സമയത്ത് പറഞ്ഞായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നല്ല നിറച്ച് വെള്ളം കാണും, അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത് കണ്ടിറങ്ങി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനൊക്കെ അങ്ങനെ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കാറിൽ കയറി. അപ്പോൾ വിചാരിച്ചു ബോട്ടിങ്ങിന് പോകാമെന്ന്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ നടന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ ഇതാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലം. അപ്പോൾ ഗൈസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി ബോട്ടിങ്ങിനെ പോയിട്ട്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അത് അവർ ജാക്കറ്റൊക്കെ ഇട്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്നെ കാണാൻ എന്തോ ജീവികളെ പോയിരിക്കുന്നു, കരിച്ചേ പോലെയൊക്കെ ഇരിക്കുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എല്ലാവർക്കും ഇട്ട് കൊടുത്തു ജാക്കറ്റ്. നമ്മളിതാ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിതാ നേരെ താഴോട്ട് ഇറങ്ങിപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന് നടക്കുമ്പോഴുണ്ട് ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ബോട്ടിൽ കയറി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബോട്ട്. അപ്പോൾ ഈ ബോട്ട് വേറെ ഒന്നുമല്ല, മറ്റേ ചവിട്ടുന്ന ബോട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചവിട്ടി മരിക്കും ഗൈസ്. നമ്മൾ കയറി. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ബോട്ടിൽ കയറുന്നത്. അപ്പോൾ കുറേ നേരം വീഡിയോ എടുപ്പൊക്കെ ആയിരുന്നു, ഭയങ്കര ബിസി ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ചവിട്ടി ഇതാ നടുക്കെത്തി, കായലിൻ്റെ നടുക്കെത്തി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളിതാ വെള്ളത്തിൻ്റെ നടുക്കെത്തി ചവിട്ടി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല കാറ്റൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചുറ്റും വെള്ളവും നമ്മളൊന്നും നല്ല കൊള്ളായിരുന്നേ. നമ്മളവിടെ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ചുമ്മാ വെള്ളമൊക്കെ കളിച്ച് നമ്മളവിടെ കുറേ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോയപ്പോഴാണ് ഗൈസ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു ബോട്ട് കയറി വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ ആഞ്ഞ് ചവിട്ടി നമ്മളങ്ങ് എത്തി. നമ്മളതിന് ഫസ്റ്റ് കേട്ടോ ലാസ്റ്റ്. അങ്ങനെ നമ്മളവിടെ എത്തി. സെറ്റ് വ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ആ സൂര്യനൊക്കെ എന്തോ രസമായിരുന്നു അറിയാമോ കാണാനായിട്ട്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തേട്ടോ അതിൻ്റെ. അപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കാറിലേക്ക് നമ്മൾ പോയി. എനിക്ക് വിചാരിച്ചു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കടയിൽ പോയി അവിടുത്തെ ചായക്ക് പറഞ്ഞ് നമ്മളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചായ വന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയുടെ കൂടെ എനിക്ക് മുളക് ബജി ഭയങ്കര ഇഷ്ടമാണ്, മുളക് ബജിയും ചമ്മന്തിയും. അപ്പോൾ ഞാൻ അതാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ മുളക് ബജിയും ചമ്മന്തിയും ചായയും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ നേരെ കാറിൽ കയറിയപ്പോൾ ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചു വീണ്ടും. അപ്പോൾ ഐസ്ക്രീം വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു ചോക്കോ പറന്ന്, പക്ഷേ വേറെ എന്തോ ഒരു വൃത്തിയുടെ ഫ്ലേവറിൽ ഐസ്ക്രീമാണ്. ഞാൻ കുടിച്ചില്ല, ഞാൻ കളഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ഡാം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. ഈ വെട്ടം കാണില്ല, അപ്പോൾ അതാണ് ഡാം. അങ്ങനെ നമ്മളവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. നൈറ്റൊക്കെ അവിടെ പോയി നിൽക്കാൻ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അവിടെ കുറേ നേരം നിന്നിട്ടൊക്കെയാണ് നമ്മൾ വീട്ടിൽ പോയത്. അപ്പോൾ ഇത് വണ്ടിയുടെ വെട്ടമാണ്. അപ്പോൾ എവിടെ വെട്ടം കണ്ടാലും ഞാൻ ഓടിപ്പോയി വീഡിയോ എടുപ്പായിരിക്കും ഗൈസ്. എന്നിട്ട് നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.